നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജപ്തി നടപടി നേരിടുന്നവരെയും കണ്ണുനീരിടെ അങ്ങയുടെ ദൃശ്യം സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ കർത്താവേ, അങ്ങയെടുത്ത് മറുപടി ഉണ്ട്. ഈശോയെ, അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട,
ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം തണുത്തു പോയവരെ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, അവരെല്ലാം കർത്താവെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ പല പല സഭകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു വീട്ടിൽ നിൽക്കുകയും ആ വീട്ടിൽ ഇരുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർത്താവെ മനസ്സ് സംഘർഷം കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഒതുങ്ങിക്കൂടി ജീവിക്കുന്നുണ്ട് ഈശോയെ. ആരോടും പറയാതെ വഴക്കില്ലാതെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. നിശബ്ദ ദുരന്തമായിട്ട് കഴിയുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം ലാസ്റ്റൻ്റെ കുഴിമാടം സന്ദർശിച്ചതുപോലെ അത്ര ഹൃദയങ്ങളിൽ നിന്ന് സന്ദർശിക്കണമേ എന്ന് പരിശുദ്ധ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ. വൈവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഭവനരഹിതർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മളെ കൃപാസനത്തിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മ എൻ്റെ 2015 മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ച് 10 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ 10 കൊല്ലത്തേക്ക് ദൈവമേ ഒരു ചെറിയ പ്രാർത്ഥന ആൾക്കാർക്ക് കൊടുക്കാൻ ഒത്തെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് എൻ്റെ മനസ്സിൽ തമിഴ്നാട്ടിൽ വെച്ച് തോന്നിയപ്പോഴാണ് മാതാവ് പെട്ടെന്ന് തന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? അമ്മ ഈ ദശവത്സരത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അങ്ങനെ ആ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞപ്പോൾ 10,000 ലീഫ്ലെറ്റുകൾ അടിച്ച് ആൾക്കാർക്ക് കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിന് തോന്നി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 10,000 ലീഫ്ലെറ്റുകളും 10,000 ഒന്നുമല്ല അല്ലേ, അവർ 50,000 അടിച്ച് കാണും പല പ്രാവശ്യമായിട്ട്. അപ്പം അത് എൻ്റെ ഉദ്ദേശം എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്നാണ്. ആ പ്രാർത്ഥന സത്യസന്ധമായതുകൊണ്ടാണ്. കാര്യം ഞാൻ ആ പ്രാർത്ഥന സത്യസന്ധമായ കാരണം എനിക്ക് ഐഡിയ ഒന്നും കിട്ടിയില്ല. എങ്ങനെയാണ് ഈ 10ാം കൊല്ലം കൊമമറേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ ചെയ്യണമെന്ന് അമ്മ പറയുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അത് മാത്രം പ്രാർത്ഥിച്ചതാണ്. അപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി അമ്മ തരണത്. അപ്പം ദൈവം തന്നുകൊണ്ടാണ് ഇത്ര കണ്ട് ഓണത്തിന് പോലും എന്തുമാത്രം മനുഷ്യരാവെന്ന് ഉടമ്പടി എടുത്തത്. ഓണമായിട്ട് പോലും അത് ചില ആൾക്കാർക്ക് അനുഭവങ്ങളായിപ്പോയി. അനുഭവങ്ങളൊക്കെ ഉടമ്പടിയുടെ ബേസിൽ ജനങ്ങൾക്ക് ആധികാരികത വർദ്ധിച്ചു. ദൈവത്തിന് സ്വന്തം ജനമാണെന്നാണെന്നുള്ള ഉടമസ്ഥ ബോധം വന്നു. ഉടമ്പടിയിലൂടെ ഒത്തിരി സംഭവമാണ് നടന്നിരിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ. മറ്റത് കൊണ്ടാക്കൊണ്ട് കിട്ടിയാൽ കൂട്ടി പോയാൽ ചെട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഹൈപ്പോത്തസിക്കലല്ലേ ചില ആൾക്കാരൊക്കെ ജീവിക്കണത്. ഇതിപ്പോൾ അങ്ങനെയല്ലോ. ഇപ്പോൾ അവരതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരുടെ വിശ്വാസത്തെ അവർ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ആധികാരികത കൂടി, അപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം കൂടി. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടി പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരിലും തന്നെ ദൈവിക ഇടപെടലുണ്ടാകുന്ന ഒരു അവസ്ഥ വന്ന്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേജറായിട്ടുള്ള വിഷയങ്ങളായാൽ ദൈവം തന്നെയാണ് അത് ഉടമ്പടിയുടെ ഭാഗമാക്കി കളയും. ഇപ്പം നിത്യജീവൻ ഉടമ്പടിയല്ലേ. കുർബാന എന്തുകൊണ്ടാണ് ഉടമ്പടിയായ പുതിയ ഉടമ്പടി എന്ന് പറയുന്ന കാര്യം എന്താണ്? അതുകൊണ്ട് നേടാനുള്ള കാര്യം നിത്യജീവനായതുകൊണ്ടാണ് അതിനെ ഉടമ്പടിയിലാക്കിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മേജർ സബ്ജക്റ്റുകളെല്ലാം ഉടമ്പടിയുടെ. ഇപ്പം എബ്രഹാം പെണ്ണ് കാണുന്നില്ലേ, പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ വിടുന്നില്ലേ. എബ്രഹാം പെണ്ണ് കാണാൻ അവൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കാണാൻ വേണ്ടി ഭൃത്യനെ പറഞ്ഞു വിടുന്നതും അത് ആ വിഷയം സീരിയസ് ആയത് കാരണം അത് എബ്രഹാം അത് ഉടമ്പടിയായിട്ടാണ് വിടണത്, ഉടമ്പടി ചെയ്താൽ വിടണത്. ഉൽപ്പത്തി പുസ്തകത്തിന് 1:24 അധ്യായം 1 മുതൽ എടുത്തേ. അബ്രാഹത്തിന് പ്രായമേറെയായി. അബ്രാഹത്തിന് പ്രായമേറെയായി, എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. എബ്രാഹത്തിന് പ്രായമായെന്നും പറഞ്ഞാൽ തുടങ്ങണത് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹത്തിന് ഇപ്പം പ്രായമായത് കൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിപ്പുകാരനായിപ്പോയി. നമ്മൾ ഇരിപ്പുകാരനായപ്പോൾ പിന്നെ ദൈവം ഇരിപ്പുകാരനായി പോയിട്ടില്ലേ? അത് എബ്രാഹത്തിന് പ്രായമായി. എബ്രാഹത്തിന് ഇനി മകന് വേണ്ടി പെണ്ണ് കാണാൻ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയായി, പ്രായമേറെയായി. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി? ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഉടമ്പടിയാക്കി കളഞ്ഞത്. അത് ഭാഗം വായിച്ചേ. അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. ഉടമ്പടിയാകണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ എടുക്കരുത് നമ്മൾ. അത് ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവവിശ്വാസമില്ലാത്ത സത്യദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ കൊണ്ട് അയാളെ ജീവിത പങ്കാളിയായിട്ട് എടുക്കരുത്. അതോടുകൂടി നമ്മുടെ കൃപകളെല്ലാം ബ്ലോക്കായി പോകും. അതായത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് പോകരുത്. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഓർക്കും ഈ കാലമല്ലേ ജാതിയോ മതമോ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കും. നോക്കാത്തവനും നോക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ്. അവൻ നോക്കിയിട്ടും കാര്യമില്ല. അവന് ദൈവത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത നമ്മളെന്തിനാണ് അടിച്ചേൽപ്പിക്കണത്? അവന് ഐഡിയ കിട്ടാനുള്ള സാഹചര്യത്തിൽ ദൈവം അവനെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടും കാര്യമില്ല. പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുന്ന എന്ത് ചെയ്യണം? അവൻ ഇത് കണ്ടിട്ട് വീഴരുത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സബ്ജക്റ്റുകൾ അത് ഉടമ്പടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെ കാലം അങ്ങോട്ട് ചെല്ലുന്തോറും ഉടമ്പടി ഡൈല്യൂട്ട് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ ഒരാൾ വ്യക്തി ഉടമ്പടിയിലാണെന്ന്, സത്യസന്ധ ഉടമ്പടിയിലാണെന്ന് കണ്ടാൽ പിന്നെ ദൈവം അവന് ഒരിക്കലും കൈവിടത്തില്ല. അതൊരു ഉറപ്പുണ്ടായാൽ മതി. എൻ്റെ പേര് ജോസ്, വീട്ടുപേര് കാക്കക്കൂടുങ്കൽ. ഞാൻ കാസർഗോഡ് ജില്ല വെള്ളരിക്കുണ്ട് നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുവാൻ ആദ്യമായിട്ട് വന്നത് 2023 മെയ് മാസം 2-ാം തീയതിയാണ്. ആദ്യമായിട്ട് കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പ്രധാനമായിട്ടും ചുരുക്കി പറയാം, 2023 ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു പ്ലാന്റേഷൻ ഭൂമിയായിരുന്നു. ആ ഭൂമിയുടെ ഭൂനികുതി സ്വീകരിക്കുന്നത് കളക്ടർ നിർത്തിവെച്ചു. ആ സമയത്ത് ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം മുന്നിൽ വന്നു. നിരവധി പ്രാവശ്യം നിവേദനങ്ങൾ തയ്യാറാക്കി സംഘടനാ രൂപത്തിൽ തന്നെ മന്ത്രിമാരും MLA-മാരും ഉദ്യോഗസ്ഥന്മാരുമായി നിരവധി പ്രാവശ്യം കയറിയിറങ്ങി, ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. 2016 വീണ്ടും 2 ദിവസം താലൂക്ക് ഓഫീസ് ഉപരോധിച്ചതിൻ്റെ ഫലമായി ഭൂനികുതി സ്വീകരിക്കുവാനുള്ള സാഹചര്യം നിലവിൽ വന്നു. എന്നാൽ ഭൂനികുതി റെസീറ്റിൽ റിമാർക്സ് രേഖപ്പെടുത്തിയതുകൊണ്ട് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കിട്ടാത്തത് കൊണ്ട് നമുക്ക് ബാങ്ക് ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെയായി. വീണ്ടും സർക്കാർ മാറി വന്നു. വീണ്ടും ഇതേപോലെ നിവേദനങ്ങൾ തയ്യാറാക്കി മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും നിരവധി പ്രാവശ്യം കണ്ടു. ഏതാണ്ട് മാസത്തിൽ 1 വെച്ച് തന്നെ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എവിടെയും അതിനൊരു തുറവി കിട്ടിയില്ല. അങ്ങനെ 2021 ആയപ്പോഴേക്കും സർക്കാർ വീണ്ടും മാറി. വീണ്ടും ഇതേപോലെ തന്നെ നിവേദനങ്ങൾ തയ്യാറാക്കി അവരെല്ലാം സമീപിച്ചു. എങ്കിലും അതിലൊരു അയവ് വരാൻ സാധിച്ചില്ല. പിന്നീട് വകുപ്പ് മന്ത്രിയുടെ ആളുകളെ കൂട്ടി വീണ്ടും പോയി
ആ സമയത്താണ് അത് ഏതാണ്ട് നടപടിയിലേക്ക് വരുത്താമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ലാൻഡ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നീങ്ങി വന്നപ്പോഴാണ് ഇതിന് കേസ് മാത്രമല്ല, ഇതിന് ഭൂമിക്ക് 2-3 പേരുടെ സ്റ്റേയും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഇത് നടക്കില്ല എന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. 12 വർഷത്തോളമായി ഈ ഭൂമിയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, 2013 മുതൽ അതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഈ 12 വർഷത്തോളമായി. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അവിടുന്ന് ബസ് പോരുന്നുണ്ട്. അവസാനം പലരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് പത്രങ്ങൾ തരുമായിരുന്നു, പക്ഷേ അന്ന് അത്രയും ഒരു ഇതില്ല. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അതുപോലെ കുമ്പസാരവും കാര്യങ്ങളും എല്ലാം കുദാശകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ എന്നാൽ പോലും അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, ഏതായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് കൃപാസനത്തിലേക്ക് അവിടുന്ന് അന്ന് ബസ് കയറി ഇവിടെ എത്തി. അത് 2023 മെയ് മാസം 2-ാം തീയതി ആദ്യത്തെ 1ാമത്തെ ഉടമ്പടിയാണ് ഞാൻ ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ. മാതാവിൻ്റെ അടുത്ത് വന്ന ഈ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്ലാന്റേഷൻ ഭൂമി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ല. പ്ലാന്റേഷൻ ഭൂമി വക മാറ്റി അല്ലെങ്കിൽ തരം മാറ്റിക്കഴിഞ്ഞാൽ തരം മാറ്റാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. പക്ഷേ മാതാവ് ഈ കുരുക്ക് അഴിച്ചു തന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം മാതാവിനോട് അതുപോലെ പ്രാർത്ഥിച്ചു. ഞാൻ ഉദ്യോഗസ്ഥരെ കാണാൻ പോകുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റും അതേപോലെ തന്നെ തൈലവും എൻ്റെ കൈവശം എപ്പോഴും ഉണ്ടാവും. ഞാൻ കൊടുക്കുന്ന ഓരോ നിവേദനങ്ങളിലും അത് കുരിശ് വരച്ച്, തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അതെൻ്റെ പക്കൽ എപ്പോഴും ഉണ്ടാകും. ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും അതിന് തടസ്സങ്ങളെല്ലാം അങ്ങനെ കുരുക്കുകൾ അഴിഞ്ഞഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നു. മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഏതായാലും അതിൻ്റെ കാര്യങ്ങളിലേക്കെല്ലാം നീക്കാം എന്നുള്ള രീതിയിലേക്കെത്തി. 205 പേരായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അതിൽ രേഖകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തവർ, അതായത് അടിയാധാരം 8-9 പ്രാവശ്യം മറിഞ്ഞവരുടെ അടിയാധാരം വരെ കൃത്യമായിട്ട് പരിശോധിച്ച് അതിന് ഒരുപാട് പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. ആദ്യം 50 സെൻറ്റ് ഉള്ളവരെയും അതുപോലെ 2 ഏക്കർ ഉള്ളവരെയും അതുപോലെ 4 ഏക്കർ വരെയാണ് സെവനിയുടെ തരത്തിൽപ്പെടുത്തിയാണ് ഈ ഭൂമി ഞങ്ങൾക്ക് ഇത് കൈവശരേഖ ഞങ്ങൾ ലഭിക്കാനിടയായത്. അപ്പോൾ അതിലൊരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. പക്ഷേ ഈ കടമ്പകളെല്ലാം കടക്കുവാൻ കൃപാസന മാതാവിൻ്റെ വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. 12 വർഷം നീണ്ടുനിന്ന ഈ നിയമ പോരാട്ടവും കാര്യങ്ങൾക്കും ഒടുവിൽ മാതാവിൻ്റെ അടുത്ത് മാതാവിനോട് അതിശക്തമായി പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ഞാനും ഭാര്യയും മാത്രമല്ല മക്കൾ ഉൾപ്പെടെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ച് ഇതിന് ഫലം കണ്ടു. ആർക്കും ഒരു വിശ്വസിക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു കാരണവശാലും ഇത് നടക്കാൻ പോകുന്ന സംഗതിയല്ല എന്നാണ് അവിടെയുള്ളവരെല്ലാവരും വിധി എഴുതിയത്. എന്നാൽ കൃപാസന മാതാവ് അതിൻ്റെ കുരുക്കെല്ലാം അഴിച്ച് ഞങ്ങൾക്ക് കൈവശരേഖയായിട്ട് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ മാത്രമല്ല, ഇതിലൂടെ അനേകം ആളുകൾക്ക് 205 പേരിൽ 154 പേർക്ക് ഈ കൈവശരേഖ കിട്ടി എന്നുള്ളതാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പ്രയാസങ്ങളോ ആരും അറിഞ്ഞിട്ടില്ല. മാതാവ് ഇതെല്ലാം നമ്മുടെ ഉള്ളം കയ്യിൽ കൊണ്ടു തന്നു. 2025 ഏപ്രിൽ 21-ാം തീയതി വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങൾക്ക് വലിയ ഒരു സമ്മേളനത്തിൽ വന്ന് ആ കൈവശരേഖ വിതരണം ചെയ്യുകയായിരുന്നു. ഇതോർക്കുമ്പോൾ എൻ്റെ മനസ്സ്, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അതുപോലെ രാവിലെയും വൈകിട്ടും നീലത്തിരി കത്തിച്ച് പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പച്ചത്തിരി കത്തിച്ച പ്രാർത്ഥനയും അതും ഒക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ ചെയ്യുകയും അതുപോലെ കൃപാസന പത്രങ്ങൾ വീടുകളിലും അതുപോലെ ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി വിതരണം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഈ കൃപാസന മാതാവ് ഒരുപാട് അനുഗ്രഹം കൃപകൾ ഇവിടെ കടന്നു വരുന്ന ധാരാളം മക്കൾക്ക് ഇത് കിട്ടുന്നു എന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് കുറേ ആളുകളുണ്ട്. അവരിവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറയും. എന്നോട് ചോദിച്ചു, ഞാൻ ഇതിന് നേതൃത്വത്തിൽ പോയത് കൊണ്ട് ഞാൻ പറയാതെ എങ്ങനെയെന്ന് ചോദിച്ചു. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ അവരും വന്ന് സാക്ഷ്യം പറയും. കാരണം ഇത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം മാതാവ് ഞങ്ങൾക്ക് നടത്തിത്തന്നതിനെ ഓർത്ത് കോടാനിക്കോടി നന്ദി പറയുകയാണ്. കാരണം ദേവകുമാരനും അതേപോലെ കൃപാസന മാതാവിനും കോടാനിക്കോടി നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഈ തൈലവും അതുപോലെ ലോക്കറ്റും ഉണ്ടാവും. അതുപോലെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ഈ തടസ്സം നേരിട്ടപ്പോൾ
ഞാൻ ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ എനിക്ക് അന്ന് ഈ ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് ഒരു ലോക്കറ്റ് എനിക്ക് വെഞ്ചരിച്ച് അപ്പം തന്നു. ഈ ലോക്കറ്റാണ്. ഇതെൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോഴും ഈ ലോക്കറ്റും ഉണ്ടാവും. അതല്ലാതെ ഇവിടെ നിന്ന ലോക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മാതാവിനോടുള്ള അതിശക്തമായ പ്രാർത്ഥന, മധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് നേടിത്തന്നത്. ഒരിക്കലും ഇതേ സമയത്ത് തന്നെ മറ്റ് ജില്ലകളിലും ഇതേപോലെ നീങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും നടക്കാത്ത കാര്യം കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിൽ ഇത് സംഭവിച്ചപ്പോൾ ഇത് മാതാവിന് വലിയ സംരക്ഷണം മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്നു എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ഈ കാര്യം പറയുകയാണ്. അതാണ് ഒന്നാമത്തെ ഉടമ്പടി. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി, ഞാൻ എൻ്റെ ജീവിത പങ്കാളി 2010 മുതൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ, മുട്ടിനും കൊണ്ട് നടക്കാൻ പറ്റില്ല, മുട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ നടുവിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ നിരവധി പ്രാവശ്യം കയറി ഇറങ്ങി. അങ്ങനെ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല. അലോപ്പതിയിൽ ഒത്തിരി ചെയ്തു, അതുപോലെ ആയുർവേദം ചെയ്തു, പ്രകൃതി ചികിത്സ ചെയ്തു. പോയ സ്ഥലങ്ങൾ പറഞ്ഞ ഒത്തിരി സമയമുണ്ട്. ഒരു സമയം അധികമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി, ഒരിടത്തും ഫലമുണ്ടായില്ല. അവസാനം സർജറി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എറണാകുളത്ത് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ വന്ന് സർജറി ചെയ്തു പിറ്റേ ദിവസം നടത്തിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിവ്യൂവിന് വിളിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഇൻഫെക്ഷനിൽ കാരണം ജീവിതം തന്നെ തിരിച്ചു കിട്ടുകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് ആദ്യം കീ ഹോൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ കളക്ഷനായിട്ട് നിന്നു. അതാണ് വേദന. പെട്ടെന്ന് പനിയും ഛർദിയും വന്നു. ഏതായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രണ്ടാമത് വീണ്ടും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം നോക്കി. പെട്ടെന്ന് അത് കീ ഹോൾ ചെയ്ത് പിന്നെ ഓപ്പൺ സർജറി ആക്കി ഇതെല്ലാം ക്ലീനാക്കി വന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജോസഫച്ചനെ കാണിച്ചു. ജോസഫച്ചനെ ഇവിടെ ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഒരു ലോക്കറ്റ് ജീവിത പങ്കാളിക്കും കൊടുത്തു. ആ ലോക്കറ്റ് കൊടുത്തു. അങ്ങനെ 2.5 മാസത്തോളം ഈ ഹോസ്പിറ്റലിൽ കിടന്നു. രാവിലെയും വൈകിട്ടും 3000 രൂപ വെച്ചാണ് ഒരു ഇഞ്ചക്ഷന് രാവിലെയും വൈകിട്ടും എടുക്കുമായിരുന്നു. ആ ഇൻഫെക്ഷന് പോകണ്ട. അങ്ങനെ ഏതായാലും അത്രയും ശക്തമായ രീതിയിൽ തിരിച്ചു വരികയില്ല എന്ന് വിചാരിച്ചിടത്തു നിന്ന് മാതാവിൻ്റെ വലിയ സംരക്ഷണത്താൽ അവിടുന്ന് രോഗസൗഖ്യം നൽകി. ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, കാസർഗോഡാണ്, തിരിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടായി. ഇതാണ് രണ്ടാമത്തെ അത്ഭുതം. ഇത് പറയുകയാണെങ്കിൽ 2 മണിക്കൂർ പറഞ്ഞാലും തീരില്ല. വലിയ അനുഗ്രഹമാണ് ഇത്. തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നൽകിയ നിരവധി കാര്യങ്ങളുണ്ട്. ആത്മീയ ഭൗതിക മേഖലയിൽ നിരവധിയായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുകയില്ലെന്ന് പറഞ്ഞ പല സംഗതികളും നടന്നു. ഏതായാലും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ, നരകൂല്യമായ ജീവിതത്തിൽ നിന്ന് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഈ കൃപാസന മാതാവ് ദേവകുമാരൻ ഞങ്ങൾക്ക് നേടിത്തന്നതിന് തിരുക്കുമാരനും കോടാനുകൂടി നന്ദി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കൃതജ്ഞത സമർപ്പിക്കാനായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് നിൽക്കുകയാണ്. എൻ്റെ പേര് സൗമ്യ ജോൺ. ഇതെൻ്റെ മോള് ഇമയ ആൻഡ് ദീപേഷ്. ഞങ്ങൾ വരുന്നത് പാലക്കാട് ജില്ലയിലെ കരിമ്പ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നാണ്. ഞാൻ 2023 മെയ് 24-നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇത് ഈ അൾത്താരയിലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രധാനമായും എൻ്റെ മോൾക്ക് മാതാവ് നൽകിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്. എൻ്റെ കുഞ്ഞിന് ഇടയ്ക്ക് വയറുവേദന വരാറുണ്ടായിരുന്നു. ജൂലൈ 26-ാം തീയതി അവൾക്ക് കഠിനമായൊരു വേദന വരികയും അന്ന് വേദനയും ഛർദിയും വന്ന് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വേദന കുറവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വേദനയുണ്ടെന്ന് പറഞ്ഞപ്പം ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഹെമാൻജിയോമ ലീഷൻസ് ഉണ്ടെന്ന് കണ്ടെത്തി. ഹെമാൻജിയോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിലാണ് അവൾക്ക് ഹെമാൻജിയോമ ലീഷൻസ് കണ്ടെത്തിയത്. ലിവറിലെ രക്തക്കുഴലുകളിൽ ബ്ലഡ് സ്പോട്ടിംഗ് പോലെയാണ്. അതിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ പറഞ്ഞു ഒരു CT സ്കാൻ എടുക്കാൻ. പ്ലെയിൻ CT സ്കാൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ
ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു. ഇഞ്ചക്ഷൻ എടുത്ത് അവൾക്കൊരു CT സ്കാൻ ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കല്ലേ മാതാവേ എന്ന്. അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോളുടെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് ഹെമാൻജിയോമയോടൊപ്പം ഒരു യൂറിത്രയിലൊരു സ്വെല്ലിങ്ങും കൂടെയുണ്ട്, ചിലപ്പം തൽക്കാലം വന്ന് ഇൻഫെക്ഷൻ്റെ പാർട്ടായിരിക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതനുസരിച്ച് വെയിറ്റ് ചെയ്തു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സർവീസ് ഞങ്ങൾ കൂടുമായിരുന്നു. രാത്രിയാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ഡെയിലി ബ്രെഡ് സർവീസ് കൂടി നന്നായി പ്രാർത്ഥിച്ചു. 1 മാസത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓരോ ദിവസവും അച്ഛൻ പറയുന്ന പോലെ ഞങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് പൊക്കിപ്പിടിച്ച് പ്രാർത്ഥിക്കും, കുഞ്ഞിൻ്റെ വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും. ശക്തമായിട്ട് ഞങ്ങൾക്ക് മാതാവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിരുന്നു, മാതാവേ ഇത് അവൾക്ക് മാതാവ് അനുവദിച്ചതാണെങ്കിൽ അത് സ്വീകരിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മട്ടോളം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അമ്മയുടെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു. അവൾക്ക് 1 മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് 28-ന് രണ്ടാമത്തെ സ്കാൻ ചെയ്തു. അത് USG അബ്ഡമൻ ആയിരുന്നു. ആ സ്കാനിൽ എഗെയിൻ മൾട്ടിപ്പിൾ ഹെമാൻജിയോമ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. അന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി ഒരു MRI സ്കാൻ എടുക്കണം, MRI സ്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ സൈസൊക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് സ്വീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടു. അന്ന് സ്കാനിങ്ങിന് പോകുന്ന അന്ന് രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ കയ്യിലൊരു കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഓൾറെഡി ഇവളുടെ റിപ്പോർട്ട് ഞാൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതും ഒരു കൃപാസനം പത്രത്തിലാണ്. അപ്പം രണ്ടാമത്തെ ഒരു പത്രം കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് കൂടെ വരുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞു സ്കാനിങ് റൂമിലേക്ക് മോളുടെ കൂടെ എന്നെയും കയറ്റിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പത്രം അകത്ത് വെക്കാമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, മോളുടെ തലയുടെ അടിയിൽ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഞാൻ കാണുന്നില്ല, ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഉടമ്പടിയിലാണോ എന്നൊക്കെ. അപ്പോൾ തിരിഞ്ഞു നോക്കി ഞാൻ കണ്ടില്ല, ടെക്നീഷ്യനും ഉടമ്പടി എടുത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് ഇവിടെ പ്രസൻ്റ് ആണ് എന്നുള്ളത്. മോളുടെ സ്കാനിങ് തുടങ്ങി. ആദ്യ 3 മിനിറ്റിലുള്ള ചാടി എണീറ്റു, സ്കാനിങ് നിർത്തി. 2 പ്രാവശ്യവും നടന്നില്ല. അവർ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ പത്രം അവിടെയുണ്ട്, മാതാവും അവിടെയുണ്ട്. പോകാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവൾ കംഫർട്ടബിൾ ആയപ്പോൾ ഞങ്ങൾ എടുത്തു. അന്നേരം പിന്നെയും മോളിങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പം ഞാൻ അവളോട് പറഞ്ഞു, പത്രം ഇവിടെയുണ്ട്, മാതാവ് ഇവിടെയുണ്ട്, മോൾ ശ്രദ്ധിച്ചാൽ മോൾക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം കിട്ടും, കൊച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞു. കൊച്ച് ശ്രദ്ധിച്ച് കിടന്നു. കുറച്ച് സമയം എടുത്തെങ്കിലും അവളുടെ ആ സ്കാൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റായി. പിറ്റേന്നാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പം റിപ്പോർട്ട് വരാനായിട്ട് കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പോയി ഇമേജസ് എല്ലാം ചെക്ക് ചെയ്തു. അപ്പം അതെല്ലാം ക്ലിയർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് റിപ്പോർട്ടിനായി ചെന്ന സമയത്ത് ഇവർ അയച്ചു തന്ന PDF ഞാനൊരു ഡോക്ടർക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ഭയങ്കര മിറക്കിളാണല്ലോ നടന്നിരിക്കുന്നത്, ഒട്ടും ഹെമാൻജിയോമ ലീഷൻസ് ഒന്നും അതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കതൊരു ഭയങ്കര അതിശയമായിരുന്നു. മോളുടെ ഡോക്ടർ ഹിന്ദുവാണ്. ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു, മോൾക്ക് ഹെമാൻജിയോമ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഇല്ല, അത് മാതാവ് ദൈവം കൊടുത്തൊരു വലിയൊരു സൗഖ്യമായി കരുതുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള രോഗസൗഖ്യങ്ങളും സംരക്ഷണവും ഒക്കെ തരാറുണ്ട്. ഞങ്ങൾക്ക് മാതാവിനോട് ഭയങ്കര പണ്ട് തൊട്ടേ ഒത്തിരി ഭക്തി ഉള്ളൊരു കുടുംബം. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും 1 മണിക്കൂറൊക്കെ അടുത്ത് ചരലിന് മുട്ടുകുത്തിയൊക്കെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കൃപ അത് ദൈവം തന്നിട്ടുണ്ട്. ഈ അടുത്തൊക്കെ കാലിന് ഭയങ്കര പെയിനായി സ്കാൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, കാലിൻ്റെ കണ്ടീഷൻ മോശമാണ്, ഇനി നീ റീപ്ലേസ്മെൻറ്റ് മാത്രമേ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളൂ എന്ന്. പക്ഷേ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ വന്നു. ഞാനോ എൻ്റെ വീട്ടുകാരോ പ്രതീക്ഷിച്ചില്ല, പകുതി വഴിയിൽ നിന്ന് പോകുന്ന എല്ലാവരും വിചാരിച്ചെങ്കിലും അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാതാവ് അനുവദിച്ചു. ആ യാത്രയിൽ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്കെല്ലാവർക്കും മാതാവ് അനുഗ്രഹങ്ങൾ കൊടുത്തു. പ്രത്യേകമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത പലർക്കും മാതാവ് കുഞ്ഞുങ്ങളെ കൊടുത്തു. ഈ പറഞ്ഞ സകലർക്കും ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയർ അയച്ചു കൊടുക്കാറും അവരത് കൃത്യമായിട്ട്
കാണാറുമുണ്ട്. ആ പ്രാർത്ഥന കൃത്യമായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭയങ്കര ശക്തമായൊരു കാറ്റുണ്ടായി ഞങ്ങളുടെ സ്ഥലത്ത്. ഒരു 3 ദിവസത്തോളം കറണ്ടൊന്നും ഇല്ലാതിരുന്നൊരു സമയം. അന്ന് കുഞ്ഞുങ്ങൾ വന്നിറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ ഒരു വലിയൊരു മരം കടപുഴകി വീണു. പോസ്റ്റും എല്ലാം മറിച്ചിട്ടുമുണ്ട്. പക്ഷേ മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം, അതായത് ഇവരൊക്കെ പോകുന്നതിന് മുമ്പ് നെറ്റിയിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഒരു തുള്ളി കുടിക്കാൻ കൊടുത്ത് അങ്ങനെയൊക്കെ അവരെ വിടാറ്. ഒരു തുള്ളി ഉപ്പും എണ്ണയൊക്കെ കൊടുത്താ വിടാറ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വീടെത്തുന്നത് വരെ യാതൊരു തരത്തിലുള്ള കാറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ വീട്ടിൽ കയറിയ ഉടനെ ശക്തമായ കാറ്റാരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത്, വീടിനോട് ചേർന്നല്ല, പല മരങ്ങളും ആഴത്തിൽ വേരുള്ളതും കടപുഴകി പിഴുത് പൊങ്ങി മറ്റു മരങ്ങളുടെ മുകളിൽ വീണ് മരങ്ങളെല്ലാം ഒടിഞ്ഞൊക്കെ പോയി. പക്ഷെ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നത് വീട്ടിന് മുമ്പിൽ നിന്നൊരു ആ മാവ് കായ്ക്കാനായിട്ട് ഞങ്ങൾ കൊണ്ട് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉടമ്പടി ഉപ്പിട്ടുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന്. ആ മരം നന്നായി ആടി ഉലഞ്ഞെങ്കിലും അത് ഞങ്ങളുടെ വീട്ടിലേക്ക് വീഴുകയോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുകയോ ചെയ്തില്ല. അതുപോലെ എനിക്ക് 39 വയസ്സായി. അപ്പോൾ എനിക്കിനി ഒരിക്കലും PhD എടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതൊരു വിദൂര സ്വപ്നമായിട്ട് ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് PhDക്ക് അഡ്മിഷൻ തരികയും അതുപോലെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ജപമാല ചൊല്ലാനുള്ളൊരു കൃപ തരികയും ചെയ്തു. അപ്പം ഞാൻ ഈ പോകുന്ന സമയത്ത് എനിക്ക് 242 കിലോമീറ്റർ ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട് യാത്ര ചെയ്യണം. അപ്പം ആ സമയത്ത് എനിക്കൊരു ബോധ്യം മാതാവ് തന്നിട്ടുണ്ട്. അതായത് ഇത്രയും ദൂരത്തേക്ക് നിന്നെ വിട്ടെങ്കിൽ നീ പോകുന്ന ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിലുള്ള ആൾക്കാരോട് മാതാവിനെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ചും സംസാരിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ പരമാവധി അറ്റ്ലീസ്റ്റ് ഒരാളെയെങ്കിലും കണ്ട് സംസാരിച്ച് കൃപാസനത്തെക്കുറിച്ച്, ചിലപ്പോൾ എൻ്റെ കയ്യിൽ പത്രം ഉണ്ടാവും, പത്രം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരോട് കൃപാസനത്തെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളൊരു കൃപ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ പത്രവിതരണമൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ ദൂരെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. പോകുമ്പം ഞാനും എൻ്റെ മോളും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുറേ ഉൾവഴികളിലൂടെയൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ കൂടെയുള്ളൊരു ചേച്ചി വരാറുണ്ട്. ചേച്ചിക്കൊരു വീട് വെക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഉപ്പൊക്കെ കൊടുത്തു വിട്ടെങ്കിലും ആൾക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ ഒരു സ്കീമിൽ അവർ ഞങ്ങളുടെ കൂടെ വരും, എല്ലാ സ്ഥലത്തും ഈ പത്രവിതരണത്തിനായിട്ട് വരും. ഞങ്ങളും അറിയാത്ത വഴികളിലൂടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കും. അപ്പോൾ ആ ചേച്ചിക്ക് വീട് വെക്കാനായിട്ട് സർക്കാരിൽ നിന്ന് ഒരു വീട് പാസ്സായി കിട്ടി. അതൊരു ഭയങ്കര ഒരു കൃപയായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുന്നതിൻ്റെ തലേന്നായിട്ട് ഞങ്ങൾക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻ്റ് ഒരു അത്യാവശ്യം നല്ലൊരു ആക്സിഡൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് വീലിൻ്റെ ഇടയിലായിട്ട് മറ്റൊരു ബൈക്ക് കുടുങ്ങി നിന്നു. ഹൈ സ്പീഡിൽ വന്നൊരു ബൈക്ക് ഇടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അവിടെ മാതാവിൻ്റെ ഭയങ്കരമായൊരു കരം ഞങ്ങൾ കണ്ടു. ആ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായപ്പം ആ പയ്യനോ ഞങ്ങളിൽ ആർക്കോ ഒരു കുഴപ്പവും വന്നില്ല. വണ്ടിക്ക് കാര്യമായ അപകടം സംഭവിച്ചെങ്കിലും ആർക്കും ഒരു പരിക്കും ഏൽക്കാതെ, പോറൽ പോലും ഏൽക്കാതെ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു. അതുപോലെ മോള് ഞാൻ ഈ റിസർച്ചിന് പോയി തുടങ്ങിയതിന് ശേഷം അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവളെ പഠിപ്പിക്കാനൊന്നും ഇരിക്കാൻ അമ്മ കൂടെ ഇല്ലയെന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ, ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് ഞാൻ എൻ്റെ കോളേജിലും മാഡത്തിൻ്റെ ക്യാബിനിലും ഒക്കെ ഇട്ടു. എനിക്കതനുസരിച്ച് മാതാവിൻ്റെ ഒരു പ്രത്യേക ബ്ലെസ്സിങ് ഉണ്ടായി. ടൈമെല്ലാം എൻ്റെ അഡ്ജസ്റ്റഡായി. നേരത്തെ എത്തണം എന്നുള്ളതിലൊക്കെ ചേഞ്ച് വന്നു. അതിനുശേഷം എനിക്ക് മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അക്കാഡമിക്സിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റി. അപ്പം അവൾക്കൊരു സ്പെൽ ബി എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ അവൾ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ സ്പെൽ ബി കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്കൂൾ ലെവലിൽ പോയി, ഇപ്രാവശ്യം എനിക്ക് നാഷണൽ ലെവലിൽ പോകണം എന്ന്. ഞാൻ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, മാതാവ് കേട്ടോളും, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും മാതാവ് തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു. അവൾ അന്ന് തൊട്ട്
പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മോളുടെ സ്റ്റേറ്റ് ലെവൽ വരെ അവളെത്തി. സ്റ്റേറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പം ആ സമയത്താണ് ഇവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ അതിൽ ഒരു ഏരിയ ഫോണറ്റിക്സാണ്. പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. ഒരാളുടെ സഹായത്തോടെ 4 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി, അത് പോട്ടെ, കിട്ടിയില്ലെങ്കിൽ വേണ്ടത് ദൈവത്തിൻ്റെ തീരുമാനം എന്ന് വിചാരിക്കാൻ. പക്ഷേ മാതാവ് അവിടെയും അവളെ തുണച്ചു. അവൾക്ക് നാഷണൽ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടി. ഡിസംബറിൽ നടക്കുന്ന നാഷണൽ ലെവലിലേക്ക് അവളെ എലിജിബിളായിട്ട് കണക്കാക്കി. പിന്നെ പത്രം വിതരണം ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനത്തിനും ഒക്കെ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. ഉപ്പ്, തേന്, കാശുരൂപമൊക്കെ ഞങ്ങൾ ഒരുപാട് കൊണ്ടുപോകും. അത് പലരും ക്യാൻസർ പേഷ്യൻസും ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഉടമ്പടി തൈലം മരണാസന്നരോ രോഗികളോ ആയി കിടക്കുന്ന സകലരുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒന്നും നമ്മുടെ കഴിവല്ല, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഭയങ്കര കരുണയും കൃപയായിട്ട് ഞങ്ങൾ കരുതുന്നു. ഭക്ഷണപ്പൊതി വിതരണം ചെയ്യാനായിട്ട് ഞങ്ങൾ പണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റിസർച്ച് തുടങ്ങിയതിന് ശേഷം ഇതിലൊന്നും എനിക്ക് സാധിക്കാതെയായി. അന്നേരം ഞാൻ എപ്പോഴും വണ്ടിയിലിരിക്കുമ്പോൾ മാതാവിനോട് ചോദിക്കും, വാട്ട് ക്യാൻ ഐ ഡു ടു മേക്ക് യു ഹാപ്പി എന്ന്. അപ്പം എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തൊക്കെ കാരുണ്യപ്രവർത്തികൾ നമ്മളെ കൊണ്ട് പറ്റുമോ അതെല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഭക്ഷണപ്പൊതിയൊക്കെ ഇപ്പം ഞങ്ങൾ ക്രിസ്മസും ഈസ്റ്ററും ഒന്നും വന്നാൽ ഉച്ചയ്ക്ക് വീട്ടിൽ ആഘോഷങ്ങളൊന്നുമില്ല. രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതായിരിക്കും ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം. എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾ എന്താണോ അന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത് ആ ഭക്ഷണം ഉണ്ടാക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യം കൊണ്ട് സാധിക്കാറില്ല. ഞാനും പ്രായമായ അമ്മയും പ്രായമായ അപ്പനും മോളും മാത്രമേ ഉള്ളത്. അപ്പം വാങ്ങിയിട്ടാണെങ്കിൽ അതിൽ വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒഴിക്കും, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്. എന്നിട്ട് ഓരോ പൊതിയും ഓരോരുത്തരിലെത്തിക്കും. ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഒരാളിങ്ങനെ വഴിയോരത്ത് കിടക്കുക. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ അർഹമായ കൈകളിലേക്ക് പൊതികൾ എത്താനായിട്ട് അമ്മ സഹായിക്കണേ എന്ന്. അപ്പം പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അടുത്ത് പോയി കൊടുക്കാനൊരു ഭയം തോന്നി. അപ്പോൾ പപ്പയോട് പോകാൻ പറഞ്ഞു. പപ്പ പോയി ഭക്ഷണം കൊടുത്ത്, ഒരു കുപ്പി വെള്ളവും ഭക്ഷണവും ഒരു കഷ്ണം കേക്കും ഇത് കൊടുത്ത് പോരുമ്പോൾ പെട്ടെന്ന് ആൾ ചാടി എണീറ്റ് പപ്പയോട് പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടേ ഉള്ളൂ വിശന്ന് കിടക്കുന്ന സമയത്ത് മാലാഹമാർ ഭക്ഷണപ്പൊതിയായിട്ട് വരുന്നത്, പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു എന്ന്. ഞങ്ങളും ഭയങ്കര ഇമോഷണലായിപ്പോയി, ഭയങ്കരമായിട്ട് മാതാവിനോട് നന്ദി പറഞ്ഞു. ഒരുപക്ഷെ നമുക്ക് ഇതുപോലത്തെ കാരുണ്യപ്രവർത്തികളിൽ കുറച്ചും കൂടെ ഒന്ന് ആഴത്തിൽ ബോധ്യപ്പെടാനായിട്ട് ദൈവം തന്നൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഇതിലേറെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും മാതാവ് നൽകിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞെത്തില്ല എങ്കിലും ഇത്രയും അനുഭവങ്ങൾ നൽകി ഞങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനായി അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആയിരം നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഔസേപ്പച്ചൻ, വീട്ടുപേര് പുതുമന, എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് താമസിക്കുന്നത്. എൻ്റെ ഈ 72 വർഷത്തെ ജീവിതം 3ആയി തരംതിരിക്കാവുന്നൊരു ജീവിതമാണ്. ഞാനിങ്ങനെ പറയുന്ന സാക്ഷി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 35-36 വർഷം യേശുവിനറിയാതെ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി, ഞായറാഴ്ച ക്രിസ്ത്യാനിയായി നടന്ന് ഞാൻ ആ കാലത്തൊരു മദ്യവ്യവസായിയായി തീർന്നു, ഒരു ബാർ ഹോട്ടലിൻ്റെ ഓണറായി തീർന്നു. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കാതെയും ആശ്രയിക്കാതെയും പ്രാർത്ഥിക്കാതെയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാനൊരു ധ്യാനം കൂടി യേശുവിനെ രക്ഷകനാഥനുമായി തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതം സുവിശേഷ വിലയ്ക്കായി മാറ്റിവെച്ചു. കഴിഞ്ഞ 35 വർഷം ഞാൻ നിരന്തരമായി ദൈവകൃപയാൽ ഒരു 10-15 ലക്ഷം ജനങ്ങളോട് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ, ശാലോം ടിവിയിൽ, അങ്ങനെ വിവിധങ്ങളായ അൾത്താരകളിലൊക്കെ ഈശോയുടെ വചനം പറഞ്ഞ് ഞാൻ നല്ലൊരു അനുഗ്രഹത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരിക. കൃപാസനത്തിൽ വന്നത് ഞാനൊന്ന് കാണുവാനായിട്ടാണ് വന്നത്. അങ്ങനെ വന്ന ഞാൻ 2022 ഓഗസ്റ്റ് മാസത്തിൽ 11-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി ഒപ്പിട്ടു. ഈ ഉടമ്പടി ഒപ്പിടാൻ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത ഉടമ്പടി സാക്ഷ്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ കൃപയ്ക്കുമേൽ കൃപ ലഭിക്കുന്ന വിവിധങ്ങളായ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ മാതാവിനോട് ഈശോയോടും ഒരുപോലെ ഭക്തിയുള്ള വ്യക്തിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ 4 പ്രാവശ്യം സുഗന്ധ പരിമളം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന എനിക്ക് ഞാൻ മാതാവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഈ ലോകത്തിൻ്റെതായ പല ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അല്പസ്വല്പമെങ്കിലും മാതാവിനുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഞാൻ ഉടമ്പടി ഒപ്പിടുന്നത്. ഈ ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ ഞാൻ വെച്ചു, 6 കാര്യങ്ങൾ ഞാൻ നേർന്നു, അല്ലെങ്കിൽ 6 കാര്യങ്ങൾ ഞാൻ പ്രതിജ്ഞ എടുത്തു. ഈ 6 കാര്യങ്ങൾ എനിക്ക് വളരെ ഈസി ആയിരുന്നു. കാരണം ഞാൻ ഇവിടെ അച്ഛൻ പറയുന്ന പോലെയല്ല, ഈശോ പറയുന്ന പോലെയുള്ള ആ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പാലിച്ചു വരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ആ മാതാവിനോടിൻ്റെ മുന്നിൽ ഉടമ്പടി ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ നിരവധി ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക. ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടിയിൽ ഒപ്പിട്ട 1ാമത്തെ നിയോഗം, ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് താമസിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 50 വർഷം അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ എറണാകുളത്തേക്ക്, എൻ്റെ നാട് തൊടുപുഴയാണ്, എറണാകുളം ജില്ലയിൽ വാഴക്കുളം താമസം വന്നിട്ട് ഒരു 18 വർഷമായെങ്കിലും എൻ്റെ അധ്വാന ഫലം, സ്ഥലം, കൃഷിസ്ഥലം, തോട്ടം, ബിൽഡിങ് എല്ലാം കാസർഗോഡാണ്. ഇത് വിൽക്കുവാനോ എനിക്ക് ഇങ്ങോട്ട് വരുവാനോ സാധിക്കുന്നില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ചില കാര്യമായതുകൊണ്ടാൽ തന്നെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രശ്നം അതായിരുന്നില്ല. എൻ്റെ കോടിക്കണക്കിന് രൂപ വിലയുള്ള 5 ആധാരങ്ങൾ, സ്ഥലത്തിൻ്റെ ആധാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. 7 വർഷമായിട്ടത് കാണാനില്ല. പത്രത്തിൽ പരസ്യം കൊടുത്ത് കോപ്പി എടുത്തിട്ട് പോലും ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. ആധാരത്തെ സ്ഥലം വാങ്ങാൻ ആളില്ല, ബാങ്ക് ലോൺ ലഭിക്കില്ല. എൻ്റെ 1ാമത്തെ നിയോഗം അതായിരുന്നു. അമ്മ മാതാവേ, ഈശോയോട് പറഞ്ഞ് എൻ്റെ ആധാരം ഒന്ന് വാങ്ങി തരണേ, ഞാൻ നിനക്ക് വേണ്ടി ലോകം മുഴുവൻ സുവിശേഷം വരുന്ന ആളല്ലേ അമ്മേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ എൻ്റെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, കൃത്യം 1 വർഷം ഉടമ്പടി 2-3 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോൾ ഈ ആധാരം മുഴുവൻ അവിചാരിതമായി എനിക്ക് തിരിച്ചു കിട്ടുകയാണ്. അതിനുശേഷം എൻ്റെ ഒരു നിയോഗം ഇതായിരുന്നു, അവിടുത്തെ സ്ഥലങ്ങൾ വിൽക്കണം. നിങ്ങൾക്കറിയാം, 400 കിലോമീറ്റർ അകലെ ആ സ്ഥലം കിടന്നാൽ എനിക്ക് പ്രായമായി, ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പല ടൗണുകളിലാണ് സ്ഥലം കിടക്കുന്നത്. എൻക്രോച്ച് ചെയ്യാൻ വേണ്ടി ആൾക്കാർ, വില കൂടിയ സ്ഥലങ്ങളാണ്, എൻക്രോച്ച് ചെയ്യാനൊക്കെ ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുക. ഈ സമയത്ത് എങ്ങനെയെങ്കിലും അമ്മ മാതാവേ, ഈ 2 സ്ഥലങ്ങളും എനിക്ക് വിറ്റ് തരണമേ. ആ 2 സ്ഥലങ്ങൾക്ക് പകരമായിട്ട് എറണാകുളം ടൗണിൽ നല്ല ആദായമുള്ള, പ്രായമുള്ള, എനിക്ക് ഇനി കൃഷിക്കൊന്നും പോകാൻ സാധ്യമല്ല. ഞാൻ ഈ സുവിശേഷ വിലയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പോലെ വലിയ വരുമാനം എനിക്കില്ല, ഒരു വലിയ നല്ല വീടില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്കുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ട് പോയ എൻ്റെ ജീവിതത്തിൽ അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ആ 2 സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റണം. എറണാകുളം ജില്ലയിൽ തന്നെ അടുത്ത് നല്ല സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റണം. ഞാനങ്ങനെ ഇരുന്ന കാലത്താണ് കാസർഗോഡ് ജില്ലയിൽ, എൻ്റെ ഈ സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിൽ ഞാൻ ബാർ നടത്തിയിരുന്ന കാവേരി ബാർ എന്ന കാസർഗോഡ് എൻ്റെ ബാർ നടത്തിയിരുന്ന സ്ഥലം, ആ കെട്ടിടം തന്നെ ഞാൻ പൊളിച്ചു കളഞ്ഞു. മദ്യം വിറ്റ് പണമോ ആ സ്ഥലമോ വേണ്ടെന്നായുള്ള ബോധ്യത്തിൽ ആ കെട്ടിടം തന്നെ പൊളിച്ചു കളഞ്ഞു. എനിക്കവിടെ കിട്ടിയ പണം മുഴുവൻ ഞാൻ ദാനാർമ്മം ചെയ്തു. അതിനുശേഷം ഈ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുപോയ വെഞ്ചരിച്ച ഉപ്പ് അവിടെ വേദന വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ മറ്റൊരു സ്ഥലം, ഒരു കൃഷിസ്ഥലം, തോട്ടം, ഇവിടെ എല്ലാം ഞാൻ വെഞ്ചരിപ്പിച്ച ഉപ്പ് വെതറി വിശ്വാസ പ്രമാണം ചെയ്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായി ദൈവത്തിൻ്റെ മാതാവ് ഇടപെട്ടു. അമ്മയ്ക്കൊരു കോടാനുകോടി നന്ദി. ആ സ്ഥലമെല്ലാം, 2 സ്ഥലങ്ങളും ഒരേ കാലയളവിൽ തന്നെ വിൽക്കാൻ സാധിക്കുകയാണ്. അതും വലിയൊരു തടസ്സമുണ്ടായിരുന്ന സ്ഥലമാണ്. ചില വ്യക്തികൾ ഈ സ്ഥലം കൈവശപ്പെടുത്താൻ വേണ്ടി ആലോചിച്ച് ചില കെണികളും ചതികളുമായി കുരുക്കുന്ന സമയത്ത് അവിടെ വലിയൊരു അത്ഭുതം മാതാവ് പ്രവർത്തിച്ചു. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത്ഭുത പ്രവർത്തനത്തോടെ ആ സ്ഥലം വിൽക്കാൻ അവിടെ വലിയൊരു സാധ്യത കിട്ടി, കുറവ് കിട്ടി. ആ പണമെല്ലാം എൻ്റെ വന്ന സമയത്ത് എൻ്റെ അടുത്ത നിയോഗമാണ് എറണാകുളം ജില്ലയിൽ അതിന് പകരം സ്ഥലം തരണമേ എന്ന്. ഞാൻ അവിടെ പണിയാനിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. 4 നില കെട്ടിടമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ വൈറ്റിലയിൽ 5 നില കെട്ടിടമുള്ള 5 നിലയുള്ളൊരു പുതിയ കെട്ടിടം പണിതിട്ട് 2 വർഷം പഴക്കമുള്ള, അതൊരു ആത്മീയ മനുഷ്യൻ പണിത, ഒരു ധ്യാനഗുരുവിൻ്റെ സ്വത്തായിരുന്ന ആ സ്ഥലം ആ വ്യക്തി 2 കോടി രൂപ വില കുറച്ച് എനിക്ക് തന്നെ തരാൻ ആ വ്യക്തി തയ്യാറായ. കാരണം അയാൾ പറഞ്ഞ കാര്യം ഇതാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ബാറടച്ച, കോടാനുകോടി രൂപ നഷ്ടപ്പെടുത്തിയ ഈ ഔസേപ്പച്ചനത് കൊടുത്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിന് ആ വ്യക്തി ആ സ്ഥലവും അതുപോലെ തന്നെ ആലുവയ്ക്കടുത്ത് ഒരു തോട്ടവും വാങ്ങാൻ എനിക്ക് ദൈവം കൃപ നൽകി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈ 70-ാമത്തെ വയസ്സിൽ, 71-ാമത്തെ വയസ്സിലാണ് ഈശോ എനിക്ക് മടക്കി തരുന്നത്. ഞാൻ പ്രാർത്ഥിച്ച കാലത്ത് എനിക്ക് തരാത്തത് ഞാൻ വിശ്വസിക്കുകയാണ്. മുൻ കാലഘട്ടങ്ങളിൽ ഞാൻ യേശുവിനെ വിശ്വസിച്ചെങ്കിലും യേശു എന്നെ പൂർണ്ണമായി വിശ്വസിച്ചോ എന്ന് ഞാൻ സംശയിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 2:24 പറയുന്നുണ്ട്, അവരെല്ലാവരും യേശുവിനെ വിശ്വസിച്ചു, യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം ഈ പണമോ സ്വത്തും എല്ലാം വരുമ്പോൾ പലപ്പോഴും പലരും യേശുവിനെ വിട്ടുപോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. യേശു തിരഞ്ഞെടുത്ത, പ്രാർത്ഥിച്ച 12 ശിഷ്യന്മാരിൽ ഒരുവനായ യുദാസ് വരെ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ കാരണം ഈ ഭൗതിക നേട്ടമല്ലേ, ആ പണപ്പെട്ടിയല്ലേ.
ആ ഒരു ചിന്തയായിരിക്കാം ഈശോ എനിക്ക് വളരെ പക്വതയോടുകൂടി ഒരു ജീവിതം നയിക്കുന്ന സമയത്താണ് മാതാവ് പ്രാർത്ഥിച്ച് എനിക്ക് ഈ വരുമാന മാർഗമുള്ള നല്ല വരുമാനമുള്ള നല്ല റെൻ്റുള്ള ഈ കെട്ടിടവും നല്ലൊരു സ്ഥലവും വാങ്ങാൻ വേണ്ടി കൃപ നൽകി. പ്രിയപ്പെട്ടവർ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ തരികയാണ്. ഞാൻ നിയോഗത്തിൽ വെക്കാത്ത മറ്റൊരു അനുഗ്രഹം കൂടി എനിക്ക് കൂടെ കിട്ടുകയാണ്. എനിക്ക് സാമാന്യം നല്ലൊരു വീടുണ്ട് വാഴക്കുളത്ത്. ആ സമയത്താണ് എനിക്കൊരു മറ്റൊരു വീട്, വളരെ ഭംഗിയായ വീട്, എൻ്റെ മകൾ താമസിക്കുന്ന വീട്, ആ മകളത് കൊടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല മോളെ, പപ്പ പതുക്കെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ നല്ലൊരു വീട്, പുതിയ വീട് എനിക്ക് തരുവാനും അത് വാങ്ങുവാനും ആധാരം ചെയ്ത് വാങ്ങുവാനും ഇട വന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു ഹാർട്ട് അറ്റാക്കിന് രോഗിയാണ്. ഇപ്പോൾ 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ്. അതിനുശേഷം എനിക്കിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ചെറിയൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം നിയോഗത്തിൽ എഴുതി വെച്ചു. ആ വിഷമം കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടി. അതുപോലെ വീണ്ടും ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവം തന്ന് ഈശോനെ അനുഗ്രഹിക്കുകയാണ്. മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ വാങ്ങിയ പുതിയ വീടിൻ്റെ, എൻ്റെ മകളുടെ വീടിൻ്റെ പരിസരത്ത് മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്ത് വലിയ മരം നിൽപ്പുണ്ട്, ഒരു ആനിമരം. ഇത് വളരെ ദൂരെയാണ് നിൽക്കുന്നത്, വെട്ടാൻ പറയാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ ദൂരത്തിൽ നിൽക്കുന്ന ആ മരം വീണാൽ, വളരെ ഹൈറ്റിൽ നിൽക്കുന്ന ഈ മരം വീണാൽ എൻ്റെ വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും, ഞങ്ങളെല്ലാവരും വേണേൽ മരിച്ചു പോകാം. ഈ മരം വെട്ടാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കമ്പി വലിച്ചു കെട്ടി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് കമ്പി വലിച്ചു കെട്ടി. കഴിഞ്ഞ വർഷം ഈ കമ്പി പൊട്ടിപ്പോയി. ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, കഴിഞ്ഞ മാസം കൊണ്ട് അനുഭവമാണ്. ഞാനിവിടെ കഴിഞ്ഞ മാസം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ 6ാമത്തെ നിയോഗമായി ഞാൻ അമ്മ മാതാവേ, സഞ്ചാരി മാതാവേ, ആ മകൻ്റെ വീട്ടിലങ്ങ് ചെന്ന് ആ മകനൊന്ന് തോന്നിപ്പിക്കണമേ, ആ മരം വെട്ടാൻ തോന്നിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട്. ഉടമ്പടിയിൽ ഒപ്പിട്ടില്ല. ഞാനിത് വെള്ളിയാഴ്ച പകൽ 7:30 തീരുമാനിക്കുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിനെ വിളിക്കുകയാണ്, ഔസേപ്പച്ചൻ ബ്രദറെ, ആ മരം ആനി വെട്ടാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന്. പരിശുദ്ധ അമ്മ ഇത്രമേൽ പെട്ടെന്ന്, ഞാൻ ഉടമ്പടി ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ, നിയോഗം വെക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മ കേട്ടു. ആ മനുഷ്യൻ എന്നെ വിളിച്ചു. കഴിഞ്ഞ മാസം അത് വെട്ടുമെന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് മരം വെട്ടി മാറ്റി. പറയപ്പെട്ടവരെ, ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. മാതാവിടെ പ്രത്യക്ഷപ്പെട്ടോ പറഞ്ഞല്ലോ, വരാനിരിക്കുന്ന ദുരന്തത്തിൽ നകന്നു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാനൊരു ആത്മീയ ദുരന്തത്തിൽപ്പെട്ടതിനിടയ്ക്ക് കഴിഞ്ഞ ജൂൺ 13, 14 തീയതികളിൽ ഔസേപ്പച്ചനായിരുന്നില്ല, ഒരു സാത്താൻ്റെ മകനായിപ്പോയി. കാരണം വലിയൊരു നഷ്ടം എനിക്കുണ്ടായി, വലിയൊരു വഞ്ചന എൻ്റെ ജീവിതത്തിലുണ്ടായി. എനിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായപ്പോൾ ആ വ്യക്തിയോട്, എന്നെ വേദനിപ്പിച്ച വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാതിരിച്ചു വന്നു. കാരണം ഈ വെറുപ്പോട് കൂടി എങ്ങനെ ഈശോയെ സ്വീകരിക്കുക? ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നൊരു കാര്യം മനസ്സിലാക്കി, മൺകൂടത്തിലാണ് ഈ വിശ്വാസം, ഈ ആത്മീയത, ആത്മരക്ഷ, ഈ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന്. ഏത് നിമിഷം വേണേലും വീണ് പൊട്ടിപ്പോകാം. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ വിഷമിച്ച് വേദനിച്ചിരിക്കുന്നു. എൻ്റെ ബന്ധുക്കളെല്ലാം പറയുന്നു, ക്ഷമിക്ക്. എനിക്ക് പറ്റുന്നില്ല. ഈ അവസരത്തിൽ ഡെയിലി ബ്രെഡ് എന്ന ക്ലാസ് ഞാൻ എല്ലാ ദിവസവും കേൾക്കും. അന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയുകയാണ്, ഞാൻ ജൂൺ 15 ക്ലാസ്സാണ് ഞാൻ ഓൺ ചെയ്തതെങ്കിൽ എനിക്ക് കിട്ടിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലെ ക്ലാസ്സാണ് കയറി വന്നത്. അതിലൊരു വചനം പറയുകയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:12, സ്വർഗരാജ്യം ബലപ്രയോജന വിധേയമാണ്, ബലവാന്മാർ അത് കൈവശപ്പെടുത്തുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കഠിനമായ വെറുപ്പോ വിദ്വേഷമോ വഞ്ചനകളോ പാപത്തിൻ്റെ പ്രലോഭനങ്ങളുണ്ടാകാം. അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ബലമില്ലെങ്കിൽ നിങ്ങൾ വീണുപോകും. പ്രിയപ്പെട്ട, ആ സമയത്ത് ഷോക്കടിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്നൊരു തണുത്ത കാറ്റടിച്ചു. ആ സമയം തന്നെ എന്നെ ഒരിക്കലും മരണം വരെ ഞാൻ ക്ഷമിക്കില്ല, പൊറുക്കില്ല എന്ന് വരുന്ന ആ വ്യക്തിയോട് പൂർണ്ണമായി ക്ഷമിക്കാനും ആ വ്യക്തിയെ വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ വ്യക്തി കഴിഞ്ഞ ആഴ്ച ഷെയ്ഖാൻ്റെ കൂടെ സംസാരിക്കാനും ദൈവം ശക്തി നൽകി. അതുപോലെ തന്നെ ഒരു ആത്മീയ ദുരന്തം പോലെ തന്നെ മറ്റൊരു ദുരന്തം ഈ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഡെയിലി ബ്രെഡിലൂടെ ദൈവം തന്ന അനുഗ്രഹമാണ്. ഞാൻ കാശ്മീർ സന്ദർശിക്കാൻ വേണ്ടി എൻ്റെ കുറേ വർഷത്തെ ആഗ്രഹമാണ്. ഞാൻ അതിന് 20,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു. ആ സമയത്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ക്ലാസ്സിൽ കേൾക്കുകയാണ്, ബാലാമിൻ്റെ കഴുത ബാലാമിനെ ആ യാത്രയിൽ നിന്ന് തടസ്സപ്പെടുത്തിയ കാര്യം. ബാലാമിൻ്റെ യാത്രയെ, പ്രവാചകനെ തടസ്സപ്പെടുന്ന കഴുത. അച്ഛൻ പറഞ്ഞ കാര്യമാണ് ചിരിച്ചോണ്ടാണ് പറയുന്നത്. ബാലാം കണ്ടില്ല, പക്ഷേ കഴുത കണ്ടു, ദൂതൻ വാളുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു യാത്ര തടസ്സം എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ചിന്ത നൽകി. എൻ്റെ യാത്രയെ ഈശോ ആഗ്രഹിക്കുന്നില്ലേ? എൻ്റെ കാശ്മീർ യാത്ര ഈശോ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ചിന്തിച്ചു പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാറിലെ കാസറ്റിൽ ഞാൻ കേൾക്കുകയാണ്, ഇവിടെ വന്ന് ഡബിൾ അഭിഷേകത്തോട് സ്വീകരിച്ച നമ്മുടെ ദാനിയേൽ അച്ഛൻ്റെ ക്ലാസ് ഞാൻ കേൾക്കുക.
ടി വിയിലൂടെ എൻ്റെ കാസറ്റിലൂടെ അച്ഛൻ പറയുകയാണ്, ബാലാമിൻ്റെ കഴുതയുടെ കാര്യം അച്ഛൻ വീണ്ടും പ്രസംഗിക്കുക 1 മണിക്കൂറിനിടയിൽ. ഇത് രണ്ടും കേട്ടപ്പോഴേക്കും മനസ്സിലായി എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്യണം. ഞാൻ TTC കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞു ഞാൻ പോരുന്നില്ല, അത് ക്യാൻസലാക്കിയിരിക്കുന്നു. പറഞ്ഞു പണം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു പണം നഷ്ടപ്പെട്ടോടെ, ഞാൻ യാത്ര ചെയ്യുന്നില്ല, ഈശോ അത് ആഗ്രഹിക്കുന്നില്ല. പിറ്റേ ദിവസം ഞാൻ കേൾക്കുകയാണ്, നിങ്ങളേരം കേട്ട് കാണും, ആ കാശ്മീരിൽ മുഴുവൻ വലിയ വെള്ളപ്പൊക്കമായിട്ട് ഒരുപാട് പേര് മരിക്കുന്നു, വലിയ ഗതാഗത തടസ്സം, വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ ഈശോ എൻ്റെ ശാരീരികമായ ഒരു ദുരന്തത്തിൽ തന്നെ ഈശോ രക്ഷപ്പെടുത്തിയ സംഭവമായിരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ മറ്റൊരു വലിയൊരു സംഭവം എനിക്കുണ്ടായത് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടുവിന് വേദന ഉണ്ടായി. ആ ഡോക്ടർ അവസാനം എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇരിക്കരുത്, നടക്കാം, നിൽക്കാം, കിടക്കാം. ഈ നടുവേദന മാറാൻ വേണ്ടി 3 മാസത്തേക്ക് അവധി പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എനിക്കുണ്ടായ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പെങ്ങടമ്മയുടെ കല്യാണം റായ്പൂരുണ്ട്. അവർ പ്ലെയിൻ ടിക്കറ്റ് എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും ബുക്ക് ചെയ്തു, അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ഡോക്ടർ പ്ലെയിനിൽ നിന്ന് പോകാൻ പറ്റില്ല. ഞാൻ മാതാവിനോട്, മാതാവേ എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മയാണ് പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്വീകരിച്ച അമ്മ, ആ കുരിശിൽ നിന്നുകൊണ്ട് ഈശോ തന്ന സമ്മാനത്തെ സമ്മാനമായി എൻ്റെ അമ്മയായി ഞാൻ എൻ്റെ വീട്ടിൽ സ്വീകരിച്ച് എൻ്റെ അമ്മയുമായി കുശലം പറയുന്നു, അമ്മയോട് സംസാരിക്കുന്നു, അമ്മയോട് വഴക്കിടുന്നു. ഈ അമ്മയോട് പറഞ്ഞ അമ്മയെ ഞാൻ പിണങ്ങും, അമ്മ എൻ്റെ നടുവേദന മാറ്റി തരണം അമ്മേ, ഈശോയോട് പറഞ്ഞിട്ട് നടുവേദന മാറ്റി തരണം അമ്മേ എന്നൊരൊറ്റ വാശിപ്പെടുത്തും. അമ്മ പേടിച്ചു പോയെന്നാണ് തോന്നുന്നത്. 2 മണിക്കൂറിനകത്ത് വേദന മാറിപ്പോയി. ഞാൻ റായ്പൂരിലേക്ക് യാത്ര ചെയ്തു, തിരിച്ചു വന്നു. ഇന്നലെ ഞാൻ എറണാകുളം പോയി. എത്ര യാത്ര ചെയ്തിട്ടോ ആ വേദന ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മ നമ്മുടെ ഈശോയുടെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ, കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പ്രത്യേകത ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്. എൻ്റെ കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥന നിയോഗമാണ്, ഭാരത ജനത മുഴുവൻ യേശുവിനെ അറിയണം. പരിശുദ്ധ അമ്മയിലൂടെ, കൃപാസനത്തിലൂടെ ലോക ജനത മുഴുവൻ യേശുവിലേക്ക് വരണം. യേശു കുരിശിൽ നേടിത്തന്ന രക്ഷ, സ്വർഗത്തിൻ്റെ പ്രത്യാശ, യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ബോധ്യം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഞാൻ നിയോഗം എഴുതിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സുവിശേഷ വേലയുടെ ഭാഗമായി, പ്രേക്ഷിത വേലയുടെ ഭാഗമായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് വചനം തന്നു. അപ്പോസ്തല പ്രവർത്തനം 13:44 അപ്പോസ്തലനോട് എടുത്ത തീരുമാനമാണ്. അപ്പോസ്തലൻ സുവിശേഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസും ബർന്നബാസും സുവിശേഷം പ്രവർത്തിച്ചപ്പോൾ യഹൂദർ തർക്കമായി, പറയുന്നത് കേൾക്കുന്നില്ല, തർക്കമായി. പൗലോസ് അവരോട് കാര്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിത്യജീവൻ്റെ വരം ലഭിക്കുകയാൽ ഞാൻ വിജാതിരുടെ പക്കലേക്ക് പോകുന്നു, അവർക്കാകട്ടെ നിത്യജീവൻ്റെ ഫലം ലഭിച്ചവരാണ്, വിളി ലഭിച്ചവരാണ്. പ്രിയപ്പെട്ട ആ ഒരു വചനത്തിൽ തന്നെ വെളിച്ചത്തിൽ ഞാൻ ഒറീസയിലേക്ക് പോയി. അവിടെ കുറേ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു. ഒരാഴ്ച എൻ്റെ ഒരു MSD അച്ഛൻ ജോസച്ചൻ്റെ കൂടെ ഞാൻ യാത്രയായി. അവിടെ കണ്ടപ്പോൾ എൻ്റെ കണ്ണീര് മുഴുവൻ തീർന്നു പോയി. കാരണം അനേകായിരങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളം ഒരു 150 വർഷം മുമ്പ്, യേശു വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു കേരളം, അതേ അവസ്ഥയിൽ നശിക്കുന്നൊരവസ്ഥ. ഞാൻ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നു. കഴിഞ്ഞ മുമ്പത്തെ ഡിസംബർ മാസത്തിൽ അവിടെ 15 കൊച്ചു കുട്ടികളാണ് തുണിയില്ലാതെ, തണുപ്പ് തടുക്കാൻ പറ്റാതെ മരിച്ചു പോയത്. ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് 6 കിൻഡൽ ഉടുപ്പുകൾ, തുണികളെല്ലാം പാഴ്സൽ ചെയ്ത് അങ്ങോട്ട് അയച്ചു. അവർക്കെല്ലാം തുണുപ്പ് കൊടുക്കുന്നു, മരുന്ന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ സുവിശേഷ വേല ചെയ്യുകയാണ്. ഞാനും എൻ്റെ മകള്, ഓസ്ട്രേലിയയിലുള്ള മകൾ ടീന, ഞങ്ങൾ 2 പേരും കൂടി മറ്റൊരു സുവിശേഷ വേല ആരംഭിച്ചത്. ആ മകളുടെ പേരിലൊരു 2.5 ഏക്കർ സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ, തെങ്ങുതോട്ടമാണ്. അത് 25 സെൻറ്റ് വീതം 10 പേർക്ക് ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കുകയാണ്. വീടില്ലാത്തവർക്ക്, പാവപ്പെട്ടവർക്ക്, വേദനിക്കുന്നവർക്ക് സ്ഥലം കൊടുത്ത് അനുഗ്രഹിക്കാൻ ഈശോ വലിയൊരു കുറവ് ഞങ്ങൾക്ക് നൽകി. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ 4, 5, 6 പേരെ എല്ലാ ദിവസവും കൃപാസനത്തിലേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടിരുന്നു. വാട്സാപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒരു ദിവസം 1000-1500 പേർക്ക് ഇവിടുത്തെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും അയച്ചു കൊടുത്തുകൊണ്ട്, പത്രം വിതരണം ചെയ്തുകൊണ്ട് ഈശോയുടെ സ്നേഹം പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട പോലെ തന്നെ ഞാൻ മറ്റൊരു ശുശ്രൂഷ ആരംഭിച്ചത്, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, ഏത് ദേവാലയത്തിൽ ചെന്നാലും അവിടെ നല്ല നല്ല സമ്പന്നരായ ആൾക്കാരോടൊപ്പം പാവപ്പെട്ട മനുഷ്യർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. തീരെ സാധുക്കളായ മനുഷ്യർ, അവരുടെ വസ്ത്രധാരണവും അവരുടെ രീതിയും കാണുമ്പോൾ അറിയാം, അവരുടെ മുഖം കാണുമ്പോൾ അറിയാം വിഷമം. അവർ പോയി പരിചയപ്പെടും, ഈശോയുടെ സ്നേഹം പങ്കുവെക്കും. ഞാനൊരു സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പണം ഞാൻ വകയിൽ കൊടുക്കും. പ്രിയപ്പെട്ടവർ, ഈശോയ്ക്ക് കൊടുത്ത പോലെ എനിക്ക് തോന്നുക. ഈശോ വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കും. ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ, ശുശ്രൂഷ ചെയ്യാൻ നിരവധി അവസരങ്ങൾ നമുക്കുണ്ട്. ഇത്രമാത്രം കൃപ എനിക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് ഇതുപോലെ ഒരു സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ മിശിഹായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെജി, ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ കെവിൻ
എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എൻ്റെ മകന് 3-4 വർഷമായിട്ട് എക്സിമ എന്ന രോഗമായിരുന്നു. അതായത് കൈയും കാലുമൊക്കെ ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരു രോഗം. ഞങ്ങൾ അവിടെ ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചു, മെഡിസിൻസുകളൊക്കെ ചെയ്തു, എന്നിട്ടും മാറിയിരുന്നില്ല. അതനുസരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ടു. അതനുസരിച്ച് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻസുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ചാണ് എൻ്റെ അനിയത്തി പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട്. അതനുസരിച്ച് ഞാൻ ഓൺലൈൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫോണിലേക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ അമ്മയുടെ വിശിഷ്ട വസ്തുക്കളൊന്നുമില്ലല്ലോ എന്ന്. അതനുസരിച്ച് നെക്സ്റ്റ് ഇതിൽ എൻ്റെ മക്കൾക്ക് അടുത്ത വെക്കേഷൻ വന്നു. ഞാൻ മക്കളെ തനിയെ നാട്ടിലേക്ക് വിട്ടു. ഞാൻ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു മക്കളെയും കൂട്ടി കൃപാസനത്തിൽ പോകുവാൻ. അതനുസരിച്ച് അവൾ കൃപാസനത്തിൽ വന്ന് ഇവിടുത്തെ വിശിഷ്ട വസ്തുക്കളായ ഉപ്പും തേനും എല്ലാം എനിക്ക് കൊടുത്തു വിട്ടു. അങ്ങനെ ഇവരെ സിംഗപ്പൂർക്ക് തിരിച്ചു വന്നു. ഞാൻ അതെല്ലാം എൻ്റെ മകനെ യൂസ് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരു ഉപവാസം എടുത്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 2023 സെപ്റ്റംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഞങ്ങളെല്ലാവരും കൂടി നാട്ടിൽ വന്നതിൻ്റെ ഭാഗമായി എൻ്റെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാതെയായി. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കാതെ ഞാൻ പോയി. അങ്ങനെ സിംഗപ്പൂർക്ക് ഞാൻ തിരിച്ചു പോയി. അവിടെ ചെന്നിട്ടും എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മകനെ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയി. അപ്പോൾ വേറൊരു ഡോക്ടറെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ മോന് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ അതനുസരിച്ച് മോന് ലിവറിന് പ്രോബ്ലമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്ന് എനിക്ക് അറിയണമായിരുന്നു. അതനുസരിച്ച് ഞാൻ മകന് കൊടുത്തുകൊണ്ടിരുന്ന മെഡിസിൻസുകളെ പറ്റിയൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ മകന് മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇത് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മകൻ ഡോക്ടറാണ്. ഞാൻ അവനെ വിളിച്ചു. അവൻ ഉടനെ പറഞ്ഞു, ഈ മെഡിസിൻ്റെ പേര് കേട്ട ഉടനെ തന്നെ അവൻ പറഞ്ഞു ഈ മെഡിസിൻ്റെ പ്രധാന സൈഡ് എഫക്റ്റ് ലിവർ പ്രോബ്ലമാണെന്ന്. അതനുസരിച്ച് അവൻ പറഞ്ഞു ഈ മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സിംഗപ്പൂർ തന്നെയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി മകനെ കാണിക്കണമെന്ന്. ഞങ്ങളവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ആ ഡോക്ടറുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് ഡോക്ടർ മകൻ്റെ എല്ലാ മെഡിസിൻസുകളും സ്റ്റോപ്പ് ചെയ്തു. മകന് ഇതിനു വേണ്ടി ഒരു 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മകൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം എടുക്കണമായിരുന്നു. അങ്ങനെ ഒരു 3 മാസക്കാലം, അതായത് നവംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ ഈ മെഡിസിൻസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തതോടുകൂടി എൻ്റെ മകന് ഈ രോഗം കൂടുവാൻ തുടങ്ങി. കൈയും കാലും ദേഹമെല്ലാം ചൊറിഞ്ഞ് പൊട്ടലൊക്കെ കൂടുവാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചു, അമ്മ മാതാവ് എനിക്ക് ഉത്തരം തന്നു, എൻ്റെ വിശിഷ്ട വസ്തുക്കൾ ഇവിടെയുണ്ടല്ലോ, നീ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്? ശരിയാണ്, ഞാൻ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഡിസംബർ 27-ന് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനകളെല്ലാം ചെയ്തു പോന്നു. മകന് ഉപ്പും തേനും തൈലം എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. അതനുസരിച്ച് ഞാൻ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി കിട്ടിയത്. അങ്ങനെ സാക്ഷ്യങ്ങളിലൂടെ അപ്പോൾ ഞാൻ കൂടുതലായിട്ടും കേട്ടുകൊണ്ടിരുന്ന തൈലം ഉപയോഗിച്ച് രോഗസൗഖ്യം കിട്ടുന്ന കാര്യമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ
ഒരു ചെറിയ കുപ്പിയിൽ ആകെ കുറച്ച് തൈലം മാത്രമേ ഉള്ളൂ. ഇത് മൊത്തം എൻ്റെ മകൻ്റെ ദേഹത്ത് തേച്ചാൽ ഒരു ദിവസം കൊണ്ട് അത് തീർന്നു പോകുമല്ലോ എന്ന്. അപ്പം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഉത്തരം നൽകി, നിൻ്റെ വീട്ടിൽ ഹോളി വാട്ടർ ഇരിക്കുന്നില്ലേ? ശരിയാണ്, എൻ്റെ വീട്ടിൽ ഹോളി വാട്ടർ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ചർച്ചിൽ നിന്ന് ഹോളി വാട്ടർ ലഭിക്കും, അതെൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അതിൽ എൻ്റെ 2 തുള്ളി ഉപ്പ് ഇടുക, അത് മകൻ്റെ ദേഹത്ത് പുരട്ടുക. അതനുസരിച്ച് ഞാൻ ചെയ്തു. അന്ന് തുടങ്ങി എൻ്റെ മകന് പൂർണ്ണ രോഗസൗഖ്യമാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത്. അതനുസരിച്ച് ഞാനിതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നവംബർ 15 ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ പിന്നെ കാണുന്നത് ഞങ്ങൾ മാർച്ച് 3 അതായത് ഇതിൻ്റെ ഇടയിലെല്ലാം മകൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ, വേറെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മാസക്കാലം. ആ 3 മാസക്കാലം എൻ്റെ അമ്മ മാതാവും ഈശോയ്ക്കും അത് എനിക്ക് തന്നതാണ്. അപ്പോൾ അങ്ങനെ മാർച്ച് 3 ഡെർമറ്റോളജിസ്റ്റിനെ ഞങ്ങൾ പോയി കണ്ടു. ഡോക്ടറിനെ ആകെ സർപ്രൈസ്ഡായി മകൻ്റെ ദേഹം കണ്ടിട്ട്. അതായത് മകൻ്റെ അസുഖമെല്ലാം മാറിയിരിക്കുന്നു, ഒരു പോറലുമില്ലാതെ എല്ലാം മാറ്റി തന്നിരിക്കുന്നു അമ്മ മാതാവ്. ഡോക്ടർ പറഞ്ഞു മകൻ്റെ ഡ്രൈ സ്കിൻ മാറി അത് നോർമൽ സ്കിന്നിലേക്ക് ആയിരിക്കുകയാണെന്ന്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ അമ്മ മാതാവ് 20ാമത്തെ വയസ്സിൽ അമ്മ മാതാവിൻ്റെ മകൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നോ അതുപോലെ എൻ്റെ മകൻ്റെ സ്കിൻ ആക്കി തരണമേ എന്ന്. അതുപോലെ എൻ്റെ അമ്മ എൻ്റെ മകന് നോർമൽ സ്കിന്നാക്കി മാറ്റി തന്നു. ഞാൻ എപ്പോഴും മകൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. മകന് എല്ലാ വിശിഷ്ട വസ്തുക്കളും ഞാൻ നാവിൽ വെച്ച് കൊടുക്കും. ഞാൻ പറയുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങൾ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ മകന് പൂർണ്ണ രോഗസൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ 2ാമത്തെ ഉടമ്പടി വഴിയാണ് ഞാൻ കൂടുതലായിട്ട് ആത്മീയമായിട്ട് ഞാൻ വളരാൻ എനിക്ക് പറ്റിയത്. അതായത് ചെറുപ്പത്തിലെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നീട് അത് മാസത്തിലൊരിക്കലായി. കല്യാണത്തിന് ശേഷം അത് വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടത് കുറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ സിംഗപ്പൂർക്ക് പോയി. പിന്നെ എൻ്റെ കുമ്പസാരം തീരെ കുറഞ്ഞു പോയി. 2 വർഷത്തിലൊരിക്കലായിരുന്നു ഞാൻ കുമ്പസാരിച്ചു കൊണ്ടിരുന്നത്. അതായത് 2 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഇംഗ്ലീഷ് കുമ്പസാരിക്കാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ 2ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, കുമ്പസാരിക്കണം. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് കുമ്പസാരിക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു. എൻ്റെ മകൻ തന്നെയാണ് എന്നെ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഇപ്പോൾ എല്ലാ മാസവും ഞാൻ ഇംഗ്ലീഷ് കുമ്പസാരിക്കും. എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളും. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതായത് ഞങ്ങൾ സിംഗപ്പൂരാണ്, അതുകൊണ്ട് എനിക്ക് പത്രങ്ങളൊന്നും കിട്ടിയിരുന്നില്ല, ഒന്നും തന്നെ ചെയ്യാൻ. എന്നാലും ഞാൻ അറിയാവുന്നവരോട് ഞാൻ അമ്മ മാതാവിനെ പറ്റി, കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവദാവനം